Hello guys, I'm here with the Hey Gamer. Guys, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ കാര്യം കാണിച്ചുതരാം. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാണി ഈ റേറ്റിംഗ് റാങ്കൊക്കെ നോക്കിയത്. ഗൈസ്, നമ്മൾ 1472 റേറ്റിങ്. ഒരു കളി ജയിച്ചാൽ നമ്മളെവിടെ അറിയോ? അറിയണ്ടാവില്ല. ഡിവിഷൻ 2. ഗൈസ്, നമ്മൾ ഇതുവരെയായിട്ടും ഡിവിഷൻ 2 നമ്മൾ എത്തിയിട്ടില്ല. ഇപ്രാവശ്യം എനിക്ക് എത്തണമെന്നുണ്ട്, നല്ല ആഗ്രഹമുണ്ട് ഡിവിഷൻ 2 എത്തണമെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ ടീമിന് വേണ്ടി. എന്ന് ചെയ്യാൻ ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ഞാൻ ഗൈസ് ഡിവിഷൻ 3 ലാസ്റ്റ് മാച്ച് ആവുമോ അതോ ഡിവിഷൻ 3 ഇനിയും കളിച്ചാണോ ഡിവിഷൻ 2 എത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഭാഗ്യമുണ്ടേ ഇത് ഞാൻ ഡിവിഷൻ 2 കണ്ടോളൂ. ഭാഗ്യമുണ്ട്, ഈ കളി ജയിച്ചാൽ ഡിവിഷൻ 2 ആണ്. ഞാൻ ശരിക്കും 1477 ഞാൻ കളിച്ചത് തന്നെ ഒരു കളി പറഞ്ഞാൽ, പക്ഷെ സമനിലായി. അപ്പോൾ 72ക്ക് പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇത് കഴിയാനേ. പക്ഷേ ഇപ്രാവശ്യം ഞാനാവും. ജർബാങ് FC എടാ, മറ്റേ വോയിസിൻ്റെ ആക്കണടി കെഞ്ചേനോനോട് വിട്ടുതരാനേ. കാരണം ജയിച്ച ഡിവിഷൻ 2 അല്ലേ. വയസ് ഭാഗ്യമുണ്ടോ ഇല്ല നമുക്ക് കണ്ടറിയാം. ഫോം നോക്കി ആൾക്കാരെ ഇറക്കാം. ഇല്ല, ഈ പ്രശ്നമാണ്. ക്യാൻറ്റോൺ ഇറക്കാം. എല്ലാം ആൾക്കാരുണ്ട്. ഹാജിയാറിനൊക്കെ ഇറക്കാനുണ്ട്, ഇപ്പോഴല്ല. ഇതാ ഇത് പോയി കൊണ്ട് കൗണ്ടർ ക്യാൻറ്റോണാണ്. പിന്നെ നമ്മൾ മാച്ച് റോൾസൊക്കെ റെഡിയാണല്ലേ. സെക്കൻഡ് ടീം ഞാൻ കാണിച്ചുതരാം. ഷെവച്ചങ്കോയും ഹാജിയാരും കോംബോ ആണ്. പിന്നെ ഇന്ത്യകളുടെ റൗള്. ഇതിൻ്റെ പേരെന്തിനോട് ഈ ബാർസൻ്റെ CMFൻ്റെ പേര് ഞാൻ മറന്നു. ചെക്കൻ്റെ സബ് നോക്കട്ടെ. കുഴപ്പമില്ല, കിടിലൻ ടീം തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കാം, ഭാഗ്യമില്ലെങ്കിൽ തോൽക്കാം. ഭാഗ്യമുണ്ടോ ഇല്ല കണ്ടറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിൽ കാണാം ഗൈസ്. നമുക്കവിടെ അടച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കാം, അത്രയേ ഉള്ളൂ. അതിലേക്ക് വാൻബൂട്ടിന് ഹുയിസൺ എങ്കോളോ ക്യാൻ്റെ റൊണാൾഡീഞ്ഞോ വാടാ ഗുഡ് പാസ് ബെക്കാം കൊളാക്കല്ലട്ടോ ആരും. അവൻ്റെ പേര് ബ്രാങ്കോസ്റ്റ് എന്നല്ലേ, തൊള്ള കിട്ടാത്ത പേരൊക്കെ ആണല്ലോ. ക്യാനോണ ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ സ്നൈഡർ ഫിനിഷ് ചെയ്യും. കൈസ് ലാഗ് ഉണ്ട്. എടാ ഈ കളിയിലൊന്നും ലാഗ് കൊണ്ടല്ല കൊണാമി. കാരണം എന്താ വെച്ചാൽ ഫൈനൽ ഓഫ് ഡിവിഷൻ 3 ആണോ എനിക്ക് ആക്കണമെന്നുണ്ട്. പക്ഷെ ആക്കാൻ സമയമൊക്കെ ആക്കാനും വേണ്ടി ഇങ്ങനെ ലാഗൊന്നും കൊണ്ടല്ല. വെയ്യ. ഫോർലാൻ ഓട്, അല്ല സ്നൈഡർ ഓട്. ഫേക്കഡ് ഒരു ഗോള് എടാ എടുത്തില്ല. കുഴപ്പമില്ല. ക്യാനോൺ അങ്ങോട്ട് വാ. എന്തായാലും ചെക്കൻ പാസ് കൊടുക്കും. റൈക്കാർഡ് കുത്തു. സ്നൈഡർ വാടാ. സ്നൈഡർ ഗുഡ്. കുഴപ്പമില്ല. സ്നൈഡർ കഴിഞ്ഞ ആര് കളിക്കുന്നുണ്ട് കേട്ടോ. സ്നൈഡർ ഗുഡാണ്. ഡേവിഡ് ബെക്കാം വാൻബൂട്ടൻ. ഓ ഗൈസ്, ഏച്ച് ആര് എങ്കോളോ ഇല്ല, കിട്ടില്ല. എങ്കോളോ കിട്ടില്ല. ചെക്കൻ്റെ കേട്ടോ കളി മൊത്തം അവൻ്റെ കയ്യിലാണ്. നല്ല പേടിയാവുണ്ട് കളി പൊട്ടിയാലോ എന്ന്.
പൊട്ടണമെന്ന് ആരും വിചാരിക്കില്ല. ഇവിടെ വരെ എത്തി കഷ്ടിച്ച്. ബാക്കി എന്തുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ചെക്കൻ കട്ട ഡിഫെൻസിലിടുന്നുണ്ട് ഒന്നും മുണങ്ങാതെ വെക്കാൻ. ഞാൻ ഫുള്ള് അറ്റാക്കിങ്ങിലിട്ടാലോ ആലേക്ക് എങ്ങനെയും ഗോളടിക്കാൻ നോക്കുമ്പോൾ എടാ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ച് കാണാം എങ്ങനെയാലും. കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ വാട ഗുഡ് ഓഫ് സൈഡ്. എന്ത് ചൊറയാണ് ഗായസ്. വായില്ല കഴിയണില്ല ഗായസ്. കഴിയണില്ല. എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് തന്നെ തോന്നുന്നു. കട്ട ഡിഫെൻസ് പോക്കിയുണ്ട്. അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ കട്ട ഡിഫെൻസ് പോക്കുണ്ട്. ഇത് ഗോളിലോട്ടുള്ളൊരു അറ്റാക്കിങ് ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞേ. ബെക്കാം വാൻഡേക്ക് പെട്ടെന്ന് പാസ് കൊടുക്കിച്ച് CB കാണിച്ചത് പെടാ. വാൻഡേക്ക് അങ്ങോട്ട് പോ. CB ആണ്. വാൻഡേക്ക് പെട്ടെന്ന് പാസ് കൊടുത്തിട്ട് അങ്ങോട്ട് ഓടിക്കുക. സ്നൈഡർ ആ പാസിൻ്റെ ആവശ്യമില്ല. അവിടെ ഫിനിഷ് ചെയ്യടാ. സ്നൈഡർ കിട്ടില്ല. ഞാൻ ഒന്നും പറയണില്ല. കാരണം എന്താ വെച്ചാൽ കംബാക്ക് വരെ വരാൻ പറ്റുന്ന കളിയാണ്. പൊട്ടിയാലും പ്രശ്നം പൊട്ടിയ 1 സീനാണ്. പിന്നെ 2 കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കഴിയൂല. പിന്നെ പൊട്ടിയ 30 പോയിൻ്റ് തന്നെ കുറയാനൊന്നും ഇല്ല. ചിലപ്പോൾ 30-ലേറെ പോയിൻ്റ് വരെ കുറയാൻ സാധ്യത. ഇവിടെ വരെ എത്തിയില്ലേ ഗൈസ്. പൊട്ടാനാണ് സാധ്യതകൾ കൂടുതൽ. അതുകൊണ്ടേക്കും കംബാക്ക് വരുന്ന മനസ്സ് വരണ്ടെങ്കിലും ഞാൻ സമ്മതിക്കാതെ വെക്കാൻ ട്രൈ ചെയ്യും. ഇനി ക്ലിയർ ചെയ്യാം. എടോ അതിന് ക്ലിയർ ചെയ്യാൻ ഓണ്ടെങ്കിലല്ലേ ഗോൾ അടിച്ചു ഗൈസ്. കുറപ്പേണോ അടിക്കുന്നൊക്കെ അങ്ങനെ നമുക്ക് കളി പൊട്ടേണ്ട അവസ്ഥ വരുമോ? സമനിലായാൽ പിന്നെ 2 കളി ജയിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമനിലായാലും പ്രശ്നമാണ്. കണ്ട ക്യാനോൺ അടിക്കണില്ല. അവിടെ വരെ പോയിക്കാണ്ട് ക്യാനോൺ അവിടുന്ന് അടിക്കില്ല. അതാണ് പ്രശ്നം. ഒക്കെ അടിച്ചതിനോട് ഒരു പ്രശ്നമില്ല. ബെക്കാമ് റൊണാൾഡിനെ പെട്ടെന്ന് പാസ് കൊടുക്കുക. എങ്കോളോ വാട ഗുഡ്. റൊണാൾഡിനെ ഫിനിഷ് ചെയ്യും. വാട റൊണാൾഡിനെ ഗുഡ്. ഫസ്റ്റ് ഹാഫ് ആവാനായിരിക്കും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുത്തന്നെ. റിയൽ ഫൈനൽ കാണുന്ന വരുത്തനുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് അടിക്കണേ, അപ്പം തന്നെ തിരിച്ചടിക്കണേ, അപ്പം തന്നെ വീണ്ടും കൊടുക്കാൻ നിൽക്കണേ. പക്ഷെ കയ്യൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ നിൽക്കണേ. ഫോർലാനെ കളിക്കല്ലട്ടാ. റൈക്കാർഡ് പെട്ടെന്ന് കൊടുക്ക്. സ്നൈഡറെ പാസ്. ഫസ്റ്റ് ഹാഫ് ആയി. സെക്കൻഡ് ഹാഫിൽ കാണാം. അങ്ങനെ പറയാൻ വയ്യ ഗൈസ്. ഇനി വന്നാലോ പെട്ടെന്ന് വയ്യക്ക്. നല്ല വിജയം വേണം. നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. തരണം പ്ലീസ്. ഒന്ന് പ്രാർത്ഥിക്ക് എൻ്റെ വിജയത്തിന് വേണ്ടി ഗൈസ്. കാല് പിടിക്കാൻ കൈകൊണ്ട് ഞാൻ പിടിച്ചിന് കേട്ടോ. വാൻഡേക്കിലാണ് ടച്ച്. ലാഗ് എൻ്റെ ആൾക്കാരൊന്നും പോകണില്ല. പോയി സ്നൈഡർ കളിക്കല്ലോ അവിടെ നിന്നോ. ഫോർലാൻഡ് പാസ് കൊടുക്ക്. ഇറ്റ്സ് ക്യാൻറ്റോണ ഇവിടെ ഫിനിഷ് എടാ. അവിടുന്ന് ആദ്യം അടിച്ചാൽ മതി. അതിന് ചൊറ വെറുതെ പണിക്ക് നിന്നാണ്. അവിടുന്ന് ആദ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ ഗോളതിനു. സ്നൈഡർ വാടാ ഗുഡ്. ഇവിടെ തന്നെ ഫിനിഷ് ചെയ്തോ. അതാണല്ലേ. ഗോളും പോലെ അല്ല. ഫിനിഷ് ചെയ്യാൻ പോയിട്ട് ഒരു ഗോളും പോലെ ഇല്ല. അല്ല ഗുഡ് ഷോട്ട്. സ്നൈഡർ ഗുഡ്. വെൽ ഡൺ. നമ്മൾ ക്യാൻറ്റോണിൻ്റെ അയക്കുന്ന ഫോർലാൻഡൊക്കെ തീരും കളി നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണേ. അത്രയും നല്ല കളിയൊന്നും കളിച്ചിട്ടില്ല അവനെ. റൊണാൾഡിനോ ഗൈസ്. ഏജ് ക്യാൻറ്റോണ വെസ്ലി സ്നൈഡർ ഇവിടെ തന്നെ അടിച്ചു നോക്കുകയാണ് ഗോളായാലോ എന്നുള്ള ഇതിൽ ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം കോർണർ ഉണ്ടെങ്കിൽ ഗൈസ്. അപ്പോൾ നമുക്ക് കോർണർ കിട്ടിയിരിക്കണേ. ഏജ് വാൻ ബീട്ടൻ ഇവിടെ ഉണ്ട് ഗൈസ്. വാൻ ബീട്ടൻ എടാ കുത്ത്. റൈക്കാർഡ് എങ്ങനെയെങ്കിലും ആരെങ്കിലും കുത്ത് ഗൈസ്. ഇവിടെ നിന്നാണോ കളിക്കണത്? ക്ലിയർ ചെയ്തിട്ടുണ്ട്. കപ്പില റൊണാൾഡിനോ. വാൻ ബീട്ടൻ അങ്ങോട്ട് പെട്ടെന്ന് പാസ് കൊടുക്കിച്ച്. സെൻറ്റർ ബാക്കാണ്. ചെന്നപ്പെടാ. സോറി ഞാൻ എന്നെ കൊടുന്നാണല്ലോ അല്ലേ. പിന്നെ വേണം പറയാൻ. ഹുയ്സൻ എടാ കളിക്കല്ലേ ഹുയ്സ. അവിടെ നിന്നോ. ഹുയ്സൻ കൊളാക്കി. വാൻ ബീട്ടൻ എടുക്ക്. തട്ട് ക്ലിയർ ആയി. ഹോ ഗൈസ്. എടാ റൈക്കാർഡ് ക്ലിയർ. എടാ ഇനി എന്തായാലും ക്ലിയർ ചെയ്തിട്ട് കാര്യമുള്ളൂ മോനെ. എടാ പൊട്ടിയ മൊത്തം കൈക്കന്ന് പോയ രീതിയിൽ നിൽക്കുകയാണേ. ഫോർലാൻ ഓട്. ആ പാസ് കൊടുക്കണ്ടില്ല. കൊടുത്ത ഇന്ന വേണം പറയാൻ. ഒന്നും ചെയ്യണ്ടാത്ത സമയത്ത് തന്നെ പോയി പാസ് കൊടുക്കണ്ട. എനിക്ക് അവിടെ വെറുതെ പോയി കൊടുക്കണേ. ഒരു ഷോട്ടല്ലടാ മോനെ. ഫേക്കാണ്.
നല്ല പേടുണ്ട്. ചെക്കൻ മാൻബൂട്ട് എടുക്ക്, ഒലിവർക്കാൻ ഓടുക. നമുക്ക് എന്തെങ്കിലും ചെയ്ത് കട്ട ഡിഫൻസ് ഇടട്ടെ. ഇനി ക്ലിയർ ഓളി ആയിട്ട് നമ്മൾ കിട്ടിയ ഉടനെ ക്ലിയർ. ഇതുവരെയായിട്ടും ഡിവിഷൻ 2 എത്താത്തതാണ്. അതെങ്കിലും ഇപ്രാവശ്യം എത്തണം നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. എടാ പ്ലീസറാ, ക്ലിയർ ഓളി ഈസ് ഹിയർ. ഹിസ് അങ്ങോട്ട് തിരി ക്ലിയർ ചെയ്. വാടാ ഗുഡ്. അത് ക്ലിയർ ചെയ്താൽ മതിയല്ലോ. റൊണാൾഡിനോ വാടാ ഗുഡ്. അത് ഒന്നും കൂടി പോയിട്ട് ക്ലിയർ ചെയ്. ഫൗൾ നമുക്കല്ലേ, നമുക്കാണ്. റൊണാൾഡിനോനിട്ട് വെട്ടിയിട്ടും പോരാണ്ടോ എന്താ ചെയ്യണേ. അവിടെ ക്ലിയർ ചെയ്യാല്ലാതെ വേറൊരു വയ്യും ഇല്ല കേട്ടാടാ. പക്ഷെ നമ്മൾ ഗോളടിക്കാനും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പോസൊക്കെ ഉണ്ട്. എന്തിനെന്നല്ലേ കൈയുണ്ട്. നമ്മൾ ഒരാളെ ഇറക്കുമെന്ന് പറഞ്ഞതിനും അയാൾ ഇവിടെ ഇറങ്ങുകയാണ്. വല്ലതും നടക്കുമോ അറിയില്ല. കൈ അണിയിച്ച ഗോൾ. നമുക്ക് നടക്കും ഗൈസ്, നമ്മൾ നടത്തും. നമ്മളോടാ കളി. 2-1 ലീഡിൽ നിൽക്കണം. ആ ലീഡ് പോക്കാതെ ബിസ്മില്ല ജയിപ്പിച്ച് തരണേ എന്നുള്ളൊരു തീരാണ്. ഇനി ഓൻ വന്നിട്ട് കാണാം നമുക്ക് ഗൈസ്, അതേ നടക്കുള്ളൂ. ഗൈസ് വന്നിട്ടോ വാൻഡേക്ക് എവിടെ പാസ് കൊടുത്താലും പ്രശ്നമാണല്ലോ. ക്രോസ് അങ്ങനോട് പൊന്തിച്ച് കൊടുത്താൽ അതല്ലേ. വാട ഗുഡ്. സ്നൈഡറെ കുത്ത്, ക്യാൻറ്റോണെ കുത്ത്. റൊണാൾഡിനോ വാട ബെക്കാമേ ഫേക്ക് എടുക്ക്. വാട നല്ല പാസ് കൊടുക്ക്. സ്നൈഡർ എന്ന് എടുക്ക്. സ്നൈഡർ കൊളാക്കി. നമുക്ക് ഉറപ്പേനൊന്നും ഞാൻ പറഞ്ഞില്ല. വാൻബൂട്ട് ക്ലിയർ ചെയ്യും. അവിടെ എവിടുന്ന് കിട്ടിയാലും ക്ലിയർ ചെയ്തില്ല പ്രശ്നമാണ്. എനിക്കറിയാം വൻ അടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വാട സ്നൈഡർ ഗുഡ്. സ്നൈഡർ ഇടയ്ക്കിടയ്ക്ക് വൻ കളി കളിക്കും, ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തരം കാണിക്കും. അതാണ് എനിക്കിഷ്ടമില്ല. അത് പൊട്ടത്തരം കാണിക്കുമ്പോൾ ഒരുമാതിരി സ്വഭാവം തോന്നും. വാട ഗുഡ്. ബാസ്റ്ററിനെ ഡ്രിബിൾ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല. പെട്ടെന്ന് പാസ് കൊടുക്കും. ഇവിടെ നിന്നിട്ട് കളിക്കല്ലേ. ഞാൻ ക്ലിയർ ആയിട്ട് ഉദ്ദേശിച്ച് ഷോർട്ടായി പോയി. കുഴപ്പമില്ല. 84 മിനിറ്റ് വരെ നമ്മളേക്കലാണ് വിന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിമിഷം മതി കളി മൊത്തത്തിൽ മറിയാൻ. ഇന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കേട്ടോളി. അത് മതി ഗൈസ്. ക്ലിയർ ചെയ്യ്. കളിക്കല്ലോ. ഇവിടെ നിന്ന് അങ്ങനെയൊന്നും കളിക്കല്ലോ. പാസ് എടുത്ത് കളിച്ചല്ലേ. വാട ഗുഡ്. നമ്മളെക്കൊണ്ട് ഇതൊക്കെ കഴിയൂ. എടാ 6 മിനിറ്റോ 5 മിനിറ്റോ ഒന്നും കൊടുക്കല്ലേ. 2 മിനിറ്റ് ഒക്കെ ഗുഡ്. കൊണാമി നമ്മളൊപ്പം നിന്നിക്കണ്. വാട ഗുഡ്. ഗൈസ് ഇറ്റ്സ് വി ആർ ഇൻ ഡിവിഷൻ 2 എന്ന് ഉറപ്പിക്കാം. ഈ ലാസ്റ്റ് അറ്റാക്ക് വരെ നമ്മളിതാണ്. ഗോൾ ജയിച്ചില്ലേ. വിസിലടി ഗൈസ്. വി ആർ ഇൻ ഡിവിഷൻ 2. ഗൈസ് നമ്മൾ ഡിവിഷൻ 2 എത്തി. നിങ്ങൾ എന്തിനെ കുറിച്ച് വിചാരിച്ച്? നമ്മളൊന്ന് വിചാരിച്ചാൽ എത്തിയിട്ടേ പോയുള്ളൂ. നിങ്ങൾക്ക് അന്ന് ആരാ ഞാൻ അറിയില്ല. ഇത്രയേ ഉള്ളേ. ഇതൊന്ന് കാണേ. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുവിളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഡിവിഷൻ 2 പ്ലെയറാണ് ഇനി കേട്ടി ഞാൻ. എനിക്കെന്നെ സന്തോഷം വരുന്നു. എന്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഡിവിഷൻ 2 എത്തിന്. അതിൻ്റെ ഒരു ഇതുണ്ട് റാങ്കിങ്. ഞാൻ ഇവിടെ എത്തിട്ടാ. വേറെ അങ്ങനെ പോയേക്കാം. ആരാ ഇപ്പോൾ ഒന്നാമത്തെ റാങ്കിങ്? റാങ്കിങ് അല്ല, റാങ്കിങ് തന്നെ എടുത്താ ഗൈസ്. നമ്മൾ ടിക് U16D സെക്കൻഡ് അക്കൗണ്ട് നോക്കാം. ഡിവിഷൻ 1 56 ഏഴുണ്ട് ഡിവിഷൻ. സ്കിഡിലെ അക്കൗണ്ട് തന്നെ ടൈം. നമ്മളെ സാവിയോളം ഉണ്ട് കേട്ടോ. നമ്മളെ സാവിയോളം എൻ്റെ ഒക്കെ ഉണ്ട്. 8 ആ പാക്ക് വൈപ്പാക്കിയിട്ടില്ലെങ്കിലും കിടിലൻ പ്ലെയർ തന്നെയാണ് ഗൈസ്. ഇതായിരുന്നു എൻ്റെ വീഡിയോ. ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. കിടിലം. നമുക്ക് കഴിയാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിയമാരാണ് എനിക്കിപ്പോൾ തോന്നണത്. നമ്മളെക്കൊണ്ട് അങ്ങനെ കഴിയേണ്ടതല്ല ഇതൊന്നും. ആർക്കെങ്കിലും കഴിയാത്തുണ്ടെങ്കിൽ ഞാൻ കാര്യം പറയാം. നിങ്ങൾക്ക് ഡിവിഷൻ 4 ഡിവിഷൻ 3 കയറാൻ പറ്റുന്നില്ലാണ്ടെങ്കിലും ഞാൻ കാര്യം പറയാം. നിങ്ങൾ മോട്ടിവേറ്റ് ആക്കിയൊന്നും കൂട്ടണ്ട. എൻ്റെ ഒരു അവസ്ഥ ആയിട്ട് തന്നെ കൂട്ടിക്കോ. ഒരാൾ എത്ര പരിശ്രമിച്ചിട്ടും അവിടെ എത്തണില്ലാണ്ടെങ്കിലേ നിർത്തിപ്പോകരുത്. നിർത്തിപ്പോയാൽ അവിടുന്ന് ഉയർത്തെണീച്ച് വരുന്നവരാടാ ഹീറോ. അതൊന്ന് ഓർക്കണം ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ ലീഗൊക്കെ കളിച്ച് ഡിവിഷൻ 3 എത്തിനോ.
3 എത്തിയതിൻ്റെ ശേഷം പിന്നെ കളിക്കൂല. 3 എത്തിയല്ലോ എന്ന് വിചാരിച്ചെന്ന് പിന്നെയും 3 എത്തി, പിന്നെയും കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ ഗുറേസി ഇതായിട്ട് വന്ന ടൈമിലും ഞാൻ കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എഡിഷൻ 3 കയറാനുള്ള അത്രക്കും പരിശ്രമിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ റെസ്റ്റിലായ മാതിരിയായിരുന്നു. ഇപ്പം ഞാൻ കളിച്ചു, ഡിവിഷൻ 3 എത്തി. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ 1772 ആക്കിയത്. ഇപ്പോൾ ഇതാ ഡിവിഷൻ 2. കൈയാണെങ്കിൽ നിങ്ങളങ്ങനെ വെക്കരുത്. ഉള്ള ടൈം വെച്ച് കളിച്ച് ഡിവിഷൻ 2 എത്തുക നിങ്ങളെ കൊണ്ട് കഴിയും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 300 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പോവാട്ടോ, നമ്മൾ പോവാണ്. ടാറ്റാ.